ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസൂർ ദാലിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് കറി, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം കുക്കറിൽ ഒരു 4 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വിസിലടിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ തടുക്കടിക്കണം. തടുക്കടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വറവിടുക. എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഭക്ഷണത്തിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാത്തിലും ജീരകം ഇടും. അവരുടെ മെയിൻ ഡിഷിൽ എല്ലാത്തിലും ജീരകം കണ്ടിട്ടുണ്ട്. അതാണ് അവരുടെ ഭക്ഷണത്തിന് നമ്മളെ ഭക്ഷണം തമ്മിലുള്ള ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ജീരകം ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചുവന്ന കളറാവാൻ നേരത്ത് അത് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസൂർ ദാലിൻ്റെ കറി. വളരെ സിമ്പിളാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോ ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബായ്.